വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കലേക്ക് അയച്ചു. നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തു. സാവൂളിൽ നിന്ന് നിന്നെ രക്ഷിച്ചു. നിന്റെ യജമാനൻ്റെ ഭവനം നിനക്ക് നൽകി. അവൻ്റെ ഭാര്യമാരെയും നിനക്ക് തന്നു. നിന്നെ ഇസ്രായേലിൻ്റെയും യൂദയായുടെയും രാജാവാക്കി. ഇതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഇനിയും അധികം നൽകുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എൻ്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു? അമ്മോന്യരുടെ വാൾ കൊണ്ട് ഹിത്യനായ ഊറിയായെ നീ കൊല്ലിച്ചു. അവൻ്റെ ഭാര്യയെ നീ അപഹരിച്ചു. എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. 2 സാമുവേൽ 12-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ദാവീദ് അത്യധികം വ്യസനിച്ചു. അവൻ അനുതപിച്ചു. കർത്താവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിച്ചു. ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തുപോയി, ദാവീദ് പറഞ്ഞു. നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. നീ മരിക്കുകയില്ല. എന്നാൽ നിന്റെ ഈ നീച പ്രവൃത്തി മൂലം ആ കുഞ്ഞു മരിക്കും. കുഞ്ഞിൻ്റെ ആത്മശാന്തിക്കായി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ ഉപവസിച്ചു. രാത്രി മുഴുവൻ മുറിയിൽ നിലത്ത് കിടന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ദാവീദിന് ബത്ശബയിൽ ഒരു കുഞ്ഞു ജനിച്ചു. ദാവീദ് അവന് സോളമൻ എന്ന് പേരിട്ടു. കർത്താവ് അവനെ സ്നേഹിച്ചു. നാഥാൻ കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവന് യദീദിയ എന്ന് പേരിട്ടു. പിന്നീട് ദാവീദ് സൈന്യത്തെ അയച്ച് റബ്ബായിലെത്തി നഗരം പിടിച്ചടക്കി. അവൻ അവരുടെ രാജാവിൻ്റെ സ്വർണവും രത്നങ്ങളും പതിച്ച കിരീടമണിഞ്ഞു. വിശുദ്ധ ഗ്രന്ഥത്തിൽ താമാർ എന്ന 2 പേരെ കാണാം. 2 സാമുവേൽ പുസ്തകത്തിൽ വിവരിക്കുന്ന താമാർ ദാവീദിന് മാക്കായിലുണ്ടായ 2 മക്കളിൽ ഒരുവളാണ്. അവരുടെ നേർ സഹോദരനായിരുന്നു അബ്സലോം. ദാവീദിന് അഹിനോമാവായിലുണ്ടായിരുന്ന മകനായിരുന്നു അമ്നോൻ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങൾ ജ്വലിപ്പിക്കും.